ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്ക് സുഖമായിട്ട് പോകണ്ടാം. ഇപ്പം 2 ദിവസമായിട്ട് നല്ല മഴയുണ്ടല്ലേ. ഇന്ന് വീട്ടിൽ രാവിലെ തുടങ്ങി മഴയായിരുന്നു, ഇന്നലെ വൈകുന്നേരവും നല്ല മഴയായിരുന്നു. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ്? മഴയുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ മാത്രമാണോ മഴ പെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുണ്ടാവും. ഇവിടെ തകൃതിയായിട്ടുള്ള മഴ നടക്കേണ്ട, തുണികൾ കാര്യങ്ങളൊന്നും ഉണങ്ങി കിട്ടുന്നില്ല. എൻ്റെ പല്ലുവേദനയുടെ കാര്യമാണെങ്കിൽ ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞില്ലേ, റൂട്ട് കനാലിൻ്റെ ഇതിലേക്ക് എത്തിയേക്കാണ്. അപ്പം ഇന്ന് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു നാളെ റൂട്ട് കനാൽ ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞിട്ട്. അപ്പം നാളെ റൂട്ട് കനാൽ ചെയ്യാനായിട്ട് പോകാൻ പറ്റില്ല. അപ്പച്ചനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിള്ളേരെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ പറ്റുള്ളൂ. അമ്മച്ചീനെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ആദ്യം സമ്മതിക്കില്ല. ഇന്നലെ തന്നെ ഞാൻ വൈകുന്നേരം ഇപ്പോൾ ആദ്യത്തിനെ കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വൈകുന്നേരം ആകുമ്പോൾ നടക്കാൻ പോകും. അപ്പോൾ അവിടെ നിർത്തി. സാധാ ഇവൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പിള്ളേരുകളുള്ള കാരണം അവരുടെ കൂടെ കളിക്കുന്നത് സാധാ പതിവ്. ഇന്നലെ ഇവൻ പതിവ് തെറ്റിച്ചു എന്നുള്ളതാണ്. ഞാൻ അവിടെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആശാൻ എൻ്റെ അടുത്ത് വന്നിക്കുക, അമ്മ അവിടെ നിൽക്ക്, അമ്മ ഞാനിവർ നിൽക്കും, കളിക്കില്ല. അവൻ എൻ്റെ കൂടെ തന്നെ നിൽക്കണ്, എന്നോട് ചെല്ലാൻ അവരുടെ കൂടെ കളിക്കാൻ വേണ്ടി, പിള്ളേരുടെ കൂടെ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വലിയ നീ പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒരു പ്രാവശ്യം അവനെ അവിടെ വരെ കൊണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് അവൻ എൻ്റെ കൂടെ തന്നെ തിരിച്ചു വന്നു. എന്നിട്ട് വീണ്ടും കരഞ്ഞു, വീണ്ടും ഞാൻ കൊണ്ടാക്കി, വീണ്ടും കരഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ ഇരിക്കാം, ആദ്യം അവിടെ നിന്ന് നോക്കി അമ്മേനെ കാണാം, അമ്മ പോവില്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് ആശാൻ കളിക്കാൻ പോയി. അങ്ങനെയുണ്ട് ഇപ്പം സ്ഥിതി. ഒന്നാമത്തെ കാര്യം, 2 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് മാറിയത് അവനറിയാം. അതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ ക്ലീൻ ചെയ്യാൻ ഇവിടെ നമ്മുടെ വെഞ്ചിരിപ്പ് ഉണ്ടായിരുന്നല്ലോ, അവിടെ വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ അവിടെ ആക്കി. അങ്ങനെ ഞാൻ പോയത് അവനറിയാം. അവനിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ദുബായിക്ക് പോയിരുന്നാണ്. ഞാൻ ദുബായിക്ക് പോകുമെന്നുള്ളൊരു പേടി അവൻ്റെ ഉള്ളിൽ, അങ്ങനെ എന്തോ ഒരു കാര്യം, എന്തിനോ ഒരു പേടി അവൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ഏത് സമയം അമ്മ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണം, എൻ്റെ പിന്നാലെ നിന്ന് മാറുന്നില്ല. അതെന്തുകൊണ്ടാണ് പേടി വന്നേക്കണേന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എന്നെ 2-3 ദിവസം അങ്ങനെ വിട്ടു നിന്നതുകൊണ്ടായിരിക്കും. 2-3 ദിവസമല്ല, ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എന്നെ കാണാണ്ടിരുന്നതുകൊണ്ടായിരിക്കും ആ പേടി വന്നേക്കണം. കാരണം അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 പേരും ഇതുവരേക്കും മാറ്റി നിന്നിട്ടില്ല, മാറി അവൻ നിന്നിട്ടില്ല. എനിക്കിപ്പോൾ ടെൻഷൻ അതൊന്നും അല്ല കേട്ടാ. സ്കൂളിൽ പോകുമ്പോൾ എന്താക്കും സ്ഥിതി, ഇപ്പം 1 മണിക്കൂർ എന്നെ കാണാണ്ടിരുന്നപ്പോഴേക്കും ഇത്, സ്കൂളിൽ പോകുമ്പോൾ ആകുമ്പോഴേക്കും കുറച്ചും കൂടി ആകുമ്പോഴേക്കും ശരിയാവായിരിക്കും എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഇപ്പം അംഗൻവാടി ചെല്ലുമ്പോൾ, അംഗൻവാടി കൊണ്ടാക്കുമ്പോഴും ഒക്കെ മടിയായിരിക്കും, നല്ല പണിയായിരിക്കും. എനിക്കാണെങ്കിൽ നല്ല മടിയായിരുന്നു, എനിക്ക് സ്കൂളിൽ പോകാൻ അടിപൊളി മടിയായിരുന്നു. എന്നെ അപ്പച്ചനും അമ്മച്ചിയും ഡ്രസ്സൊക്കെ മാറ്റി എവിടെ വരെ, നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് റോട്ടിക്ക് കുറച്ച് ദൂരം ഉണ്ടല്ലോ, നമ്മുടെ വീട് കുറച്ച് ഉള്ളിലേക്കാണ്, ആ റോഡ് വരെ എന്നെ അവിടെ കൊണ്ടാക്കി കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും, അവിടെ നിന്ന് അതേ സ്പീഡിൽ ഇങ്ങോട്ട് തിരിച്ചു വരും. ഇവരങ്ങോട്ട് കൊണ്ടാക്കും, ഞാൻ അതേ സ്പീഡിൽ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ അടിച്ചടിച്ച് എന്നെ സ്കൂളിൽ 4ാം ക്ലാസ് വരെ കൊണ്ടാക്കും, അടിച്ച് കൊണ്ടാക്കാറ് സാധാ. എനിക്ക് ഭയങ്കര മടിയാണ്. വീട്ടിൽ വല്ല കസിൻസോ വല്ല പിള്ളേരുകളോ ആൻറ്റിമാരോ അവരുടെ മക്കളോ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തിങ്കളാഴ്ച പോകാൻ ഭയങ്കര അതിനപ്പുറം മടിയാണ്. എന്നെ എന്നും അപ്പച്ചൻ കൊണ്ടാക്കി കഴിഞ്ഞാൽ വല്ല മിഠായി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊണ്ടാക്കും, സ്കൂളിൽ കൊണ്ടാക്കും. അവിടെ എത്തിക്കഴിയുമ്പോൾ ഞാൻ കരയുമ്പോൾ ടീച്ചേഴ്സ് എന്നെ ഇന്നും ടീച്ചർമാരുടെ അടുത്ത് കൊണ്ട് ഇങ്ങനെ ഇരുത്തും. അതായത് എൻ്റെ സീറ്റ് എന്നും ടീച്ചർമാരുടെ അടുത്തായിരുന്നു. ബാക്കി പിള്ളേർക്ക് ബെഞ്ചിലിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ടീച്ചർമാരുടെ അടുത്ത് ഇങ്ങനെ കൊണ്ടിരുത്താണ്. അങ്ങനെ മടിയായിരുന്നു എനിക്ക്. ഇവിടെ അപ്പച്ചനും അമ്മച്ചി ഇപ്പോഴേ പറയണ്ട കേട്ടോ, ഇവിളേക്കേ മടിയായിരുന്നു. ഇനി ഇവരെങ്ങനെയായിരിക്കും, ഇപ്പോഴേ ഇവൻ 2 മണിക്കൂറൊക്കെ എന്നെ കാണണ്ടാകുമ്പോൾ ഇത് സ്ഥിതി എന്താക്കും എന്നുള്ളൊരു പേടിയുണ്ട്. കുഴപ്പമുണ്ടാവാണ്ട് നിന്നാൽ മതിയായിരുന്നു എൻ്റെ ദൈവമേ. പിന്നെ അപ്പച്ചൻ വീട്ടിലില്ല കേട്ടോ, അപ്പച്ചൻ ചന്തയ്ക്ക് പോയേക്കാം. അതുകൊണ്ട് എൻ്റെ വശം തന്നെ അപ്പാപ്പൻ എന്തിന്നാ ചോദിച്ചേ. അപ്പാപ്പനില്ല താനും. ഇവിടെ നിന്ന് നമുക്ക് ചിക്കൻ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആദ്യത്തിന് ഈ ചിക്കൻ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 3-4 പീസ് മാറ്റി വയ്ക്കും. അവന് പിറ്റേ ദിവസമൊക്കെ വറുക്കാൻ വേണ്ടിയിട്ട് അവന് ഇഷ്ടമാണ് ചിക്കൻ വറുത്തത്. അങ്ങനെ നമ്മൾ ഒരുപാട് കൊടുക്കാറില്ല, ഒരു പീസ് എങ്ങാനൊക്കെ 2 പീസൊക്കെ കൊടുക്കുള്ളൂ, കൂടുതൽ കൊടുക്കില്ല, ഇത്തിരി കൊടുക്കുള്ളൂ. അരിയാണെങ്കിൽ നമ്മൾ ചടപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. എന്താ കേട്ടോ, തിളച്ചോണ്ടിരിക്കുന്നുണ്ട്. നേരം വൈകിട്ട് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പച്ചനുണ്ടെങ്കിൽ ഇത്ര മണിക്ക് ചോറിനെന്നുള്ള ഒരു ഇതുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് നേരം വൈകി കഴിഞ്ഞാലും പ്രശ്നമില്ല, വെള്ളത്തില്ല, തീ കത്തിക്കണം, അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പച്ചനാകുമ്പോൾ ഒരു 9:30 ആകുമ്പോഴേക്കും 9:30-10 മണിക്ക് ആകുമ്പോഴേക്കും ചോറിനും കഞ്ഞി കുടിക്കും. ചോറല്ല, കഞ്ഞി, ഞാനാണ് ചോറ് കഞ്ഞി കുടിക്കും. അത് കഴിയുമ്പോഴാണ് ഞാനൊക്കെ കുടിക്കുമ്പോൾ ചിലപ്പോൾ 11 മണിയാവും. എനിക്കതുകൊണ്ട് വലിയ നിർബന്ധമില്ല. അമ്മച്ചിക്ക് പിന്നെ വേണമെന്നേ ഇല്ല, ഒരു ഇതിന് വേണ്ടിയിട്ട് തിന്നെന്താ. അതുകൊണ്ട് തന്നെ നേരം വൈകിട്ടാണ് അരിയിട്ടേക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അരി വെന്തിട്ടില്ല. അങ്ങനെ നമ്മുടെ ചിക്കൻ മസാല ശരിയായി. ശേഷം മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇത്തിരി മസാലപ്പൊടി മാത്രമേ ഇട്ടുള്ളൂ, ഒരുപാടൊന്നും ഇട്ടില്ല കേട്ടോ.
ഈ വെളിച്ചെണ്ണ എല്ലാം അതങ്ങോട്ട് വറക്ക പൊരിക്കാം. കോഴിക്കാല ചോദിക്കും എടുത്തന്നെ, കോഴിൻ്റെ കാലിൻ്റെ കോഴിൻ്റെ കാലിൻ്റെ ഒരു കോഴിക്കാല് ഇതിൽ വെച്ചിട്ടുണ്ട് അമ്മ. മതി പിടിക്കുണ്ണീന, ശരിക്ക് പിടിക്ക്. ചോറ് വേണോ നിനക്ക്? അതിനപ്പാപ്പനെ എങ്ങടെ പോയേ? ദുബായിക്ക് പോയപ്പ ഇപ്പൊ പോയിട്ട് എന്നാ വരണീ? നാളെ വരോ? നേരം ഒതുങ്ങിയിരിക്കുന്നിട്ടാ ചേട്ടനീന്. ദേ കണ്ട ചേട്ടൻ ഇറങ്ങി, അനിയൻ പിന്നാലെ ഇറങ്ങി. പന്തുമ്പോ ചെളിയില്ല, അത് സാരില്ല. പന്തുമ്പോ ചെളി ആയിക്കോട്ടെടോ. അതോടെ ചേ കാരണം പറഞ്ഞിറങ്ങ. ആ ഒളിക്കി ഒളിക്കി, അത് ഒളിക്കി. എവിടെ കാണാൻ? ദേ അബ്രുദ എവിടെ നിക്കണേ? ചക്ക പറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മച്ചി. പഴച്ചക്കയില്ലേ, പഴച്ചക്ക ഉണ്ടത്. ഓക്കെ, ഈ പഴച്ചക്ക ഒക്കെ ചക്ക പറിച്ചു വെച്ച മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ പൊടിച്ചകൾ ഇങ്ങനെ വരും കണ്ടാ. പൊടിച്ച വന്ന് വറക്കണണ്ട. ചക്ക സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മധുരം ഉണ്ട് കേട്ടോ. അതിന് ചക്കട ഉണ്ടാക്കാം. മധുരമുണ്ട്. മൊത്തം ഇങ്ങനത്തെ പുളിപുളി ചക്കേനേക്കാൾ ഇഷ്ടമേ കുറച്ച് ഹാർഡായിട്ടിരിക്കും ചക്കയില്. കറുമ്പുറ തിന്നാൻ പറ്റുന്നത് നല്ല ജ്യൂസി പോലെ ഇരിക്കണം. അവിടെ ഇട്ട് തിന്നാൻ നല്ല രസാട്ടാ. നമ്മുടെ ലൈൻ കമ്പി ഇടിക്കണ്ട. അയ്യോ മാവ് പൊടിച്ചോളിക്കുന്നു. ആത്തിന് എങ്ങനെ മാങ്ങ കേട്ടാ പോയി. ആരെ വെട്ടി മാവ്? ആ ചേട്ടൻ വെട്ടിയാ? എന്തിനാ വെട്ടിയാവോ? അത് നമ്മുടെ ലൈൻ കമ്പിമേക്ക് മാവ് വീണ് കഴിഞ്ഞാലേ അവർക്ക് പണിയാവും, അതുകൊണ്ട് വെട്ടി കളഞ്ഞതാ. ഞാൻ ഫുഡ് കഴിക്കാൻ പോണം. എനിക്ക് ചോറിന്റെ സമയത്ത് മീൻകറി ഉണ്ടത്. മീൻ ചാറിൽ നമ്മുടെ ചോറിനെ ഇങ്ങനെ കുതിർത്തി തിന്നാൻ ഭയങ്കര ഇഷ്ടം. അതിൽ കുറേ ചാറും കുറച്ച് ചോറും അതെനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഇപ്പം ഇവിടെ ആദംകുട്ടൻ കറി വെക്കാൻ പോവാണ് കേട്ടോ. എന്നിട്ട് വെക്കാൻ പോണെന്ന് ചോദിക്കട്ടെ. എന്നിട്ട് വെക്കാൻ പോണേ ചിക്കനാ? കടിക്കട്ടെ എന്നാരെ? എല്ലാവരും കടിക്കാൻ കൊണ്ടുവരുന്നു. ആ അതെ കുത്തി 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 കുത്തി. ആ ദേ അവര് കുത്താൻ പോണ്. പോയാ അവര് പേടിച്ചൂടി പോയാ. അതും മുന്നുണ്ട്. ഇപ്പൊ ചിക്കൻ എന്നിട്ടൊക്കെ ഇടണം. ചിക്കനില്ലേ മല്ലിപ്പൊടി ആ അവര് വന്നു. എന്നിട്ടൊക്കെ ഇടണ്ടേന്ന് പറയേ. മല്ലിപ്പൊടി കുത്തട്ടെ എന്നാ. ആ കൊച്ചു കറി വെച്ചിപ്പോ എല്ലാവർക്കും തരും. കുറച്ച് കൊടുത്ത എല്ലാവർക്കും ചിക്കൻ കറി കൊടുത്ത ഇത്തിരി വായിക്ക്. ആ വായിച്ച് ഇത്തിരി കൊടുത്തേ. വെച്ചിട്ട് കൊച്ചു വെച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടാ. ചിക്കൻ കറി വന്നിട്ട് വീഡിയോ എടുക്കുള്ളൂ കേട്ടാ. വീഡിയോ എടുക്കാനോട് ചിക്കൻ കറി വെച്ച് കൊടുക്ക്, അല്ലെങ്കിൽ ഇവർക്ക് സങ്കടാവില്ലേ? കൊച്ചു കറി വെച്ചുകൊണ്ടിരിക്കണ വീഡിയോ ഓഫ് ചെയ്യരുതെന്ന് പറഞ്ഞു എന്നോട്. ആ എന്തായി? സെറ്റായാ? എവിടെ എത്തി? ചെറുക്കന്റെ കാര്യം ഇറങ്ങിയിട്ടില്ല. അവരോടുത്താ മതി മതി മതി. അപ്പാപ്പം വന്നു. എന്നാ ആഹ്ലാദാരോ. ദേ പോണു ചേട്ടൻ. ചേട്ടൻ പോയ ബ്രോ. ആ അവനെ കൊണ്ടുപോയില്ലല്ലോ. ചേട്ടൻ കയറിയിരിക്കുന്നു. അയ്യോ ചേട്ടൻ പോയി. അവൻ പോയി. രണ്ട് കുട്ടന്മാരും കൂടി വണ്ടി കയറിയിരിക്കുന്നു. ഓണടിച്ച് ശരിയാക്കണ്ട്. ആ വൈപ്പർ ഓണാക്കിയെന്ന് തന്നെ. ഓണാക്കി വൈപ്പർ ഓണാക്കി. ഇതേ കയറിയിരിക്കുന്ന രണ്ടെണ്ണം കൂടി വായ വായ ഇറങ്ങിക്കോ. ആ ഇറങ്ങ. അത് ഫസ്റ്റ് ഇറങ്ങ. ഓണ് മതി 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 മതി. നീ ഇറങ്ങ. ഈശോ ഉമ്പെടുക്കട്ടാ പാപ്പൻ. ഒരു ഉമ്പം കുപ്പി അവനു. വണ്ടി ഇറക്കിയിടാൻ നാളികേരം വീഴുന്നു. ഇവൻ നാളികേരം വീഴുന്നു. വണ്ടി ഇറക്കിയിടാൻ നാളികേരം വീഴും.
ആവണില്ലേ? അയ്യോ, അപ്പൊ അവ ലോക്കാക്കിയാ? കഷ്ടായിപ്പോയി. ആ, ശരിയാവണില്ലല്ലോ. ആ, ശരിയായില്ലോ. ആ മതി. പോരെ, ഈ സാധനങ്ങൾ എടുക്ക്. അല്ല അവൻ എടുക്കാൻ. ഇതിക്കോടെ കയറി, ഇതിക്കോടെ പൊന്തോ അമ്മ പിടിക്കതാ. എന്റെ ദൈവമേ. ആ നീ പിടിച്ചോ. നാരങ്ങ കിട്ടിണ്ടാവും സാധനങ്ങള്. ഞാൻ കൊണ്ടുവയ്ക്കി. എന്നപ്പ നമ്മുടെ അപ്പച്ചനെ പുതിയൊരു പണി കിട്ടിയിട്ടാ. പുതിയൊരു പണി എന്ന് പറഞ്ഞാൽ മുൻപുണ്ടായിരുന്നൊരു പണി തന്നെയാണ്, വേറൊന്നുമല്ല. നമ്മുടെ വീട്ടിലെ എരുമ ഉണ്ടായിരുന്നല്ലോ. എരുമ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടാ. കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പച്ചന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതല്ല ഞാൻ പറഞ്ഞത്. കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് പാലിന് പാല്, തൈരിന് തൈര് ഇഷ്ടംപോലെ ആയിരുന്നു. അൺലിമിറ്റഡ് ആയിരുന്നു. പാൽ ചായ അന്ന് എന്നോട് കുടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് വേണ്ട. ഇപ്പം എനിക്ക് പാൽ ചായ കുടിക്കാൻ കൊതി വരുന്നുണ്ട്. അതുപോലെ തന്നെ തൈരോ, ഡെയിലി നമ്മുടെ വീട്ടിൽ തൈര് ഉണ്ടാവാറുണ്ട്. ആരൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്സിൽ തൈര് കാണാത്തതാണ്. നമ്മുടെ എരുമേനെ കൊടുത്ത കാരണം നമ്മുടെ വീട്ടിലുണ്ടാക്കണ തൈര് ഇല്ലാതായി. പിന്നെ അതുപോലെ തന്നെ നെയ്യാണെങ്കിലോ, നെയ്യ് ഇഷ്ടംപോലെ ഉണ്ട്. ഇഷ്ടംപോലെ അല്ല, അമ്മച്ചി നെയ്യ് ഉണ്ടാക്കി കൊടുക്കണ്ടായിരുന്നു. എരുമ നെയ്യ് കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പരിപാടികൾ. അപ്പോൾ എരുമേനെ കൊടുത്തപ്പോൾ ഇതൊക്കെ ഇല്ലാണ്ടായി. അപ്പോൾ അപ്പച്ചൻ വിചാരിച്ചു അടുത്ത ഒരു പണി വീണ്ടും, ഇത്ര ദിവസം റെസ്റ്റ് എടുത്തല്ലോ, അടുത്തൊരു പണിയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പച്ചൻ പുതിയൊരു തീരുമാനം എടുത്തു. വേറെ ഒന്നുമല്ല, ഒരു എരുമേനെ വാങ്ങിക്കാന്ന്. അങ്ങനെ ഒരു എരുമേനെ വാങ്ങിച്ചു. ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. ഞാൻ ഇന്നലെ വാങ്ങിച്ചിട്ടുള്ളൂ. പക്ഷെ ഞാനത് ഇന്ന് നടക്കാൻ പോയി കഴിഞ്ഞപ്പോൾ എന്താണ്, ഇങ്ങനെ ഒരു കൊമ്പുള്ള എരുമ, ഭയങ്കര ഒരു വലിയ കൊമ്പൊക്കെ ഉണ്ട്. കറക്കണ എരുമ, കറക്കാറായിട്ടില്ലേ. പക്ഷെ അപ്പച്ചൻ പറയണ്ടായി എല്ലാ പ്രാവശ്യം എരുമേനൊക്കെ കൊണ്ടുവരുമ്പോൾ ഇപ്പം ഇഷ്ടംപോലെ പുല്ലുണ്ടല്ലോ പാടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്തുകൊണ്ട് ഇഷ്ടം പോലെ പുല്ലുണ്ട്. അപ്പം പുല്ല് തിന്നലുണ്ട്. പിന്നെ അതുപോലെ തന്നെ പഴത്തിൻ്റെ തൊലിയൊക്കെ കൊടുത്തിട്ട് തിന്നണില്ല എന്ന് പറയുന്നത്. അത്ര വലിയ പണി എന്ന് പറഞ്ഞാൽ അത്ര വലിയ പണിയൊന്നുമില്ല. കറക്കണ എരുമയല്ല, അതുകൊണ്ട് പാല് ഇതൊന്നും കിട്ടില്ല. എന്നാലും അപ്പച്ചന് ഇത്ര ദിവസം റെസ്റ്റ് എടുത്തൊരു രസമില്ലേ ആൾക്കൊരു രസമില്ലേ. വീട്ടിലിരിക്കുമ്പോഴെങ്കിൽ ഒരു ബോറിംഗ് ആയി തുടങ്ങി. പിള്ളേരോട് കളിക്കേണ്ടതെന്ന് വെച്ചാലും നമുക്ക് എന്തോരം നേരം പിള്ളേരോട് കളിക്കാൻ പറ്റും. അപ്പോൾ അപ്പച്ചനൊരു ചെറിയ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി എരുമേനെ വീണ്ടും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ പുതിയതായി ഒരു എരുമ, ഒരാളും കൂടി വന്നിരിക്കുന്നു. പുതിയൊരു എരുമയും കൂടി വന്നിരിക്കുന്നു. ആദ്യം പറയുന്നുണ്ട് എനിക്ക് എരുമേനെ കാണണം. ഞാൻ പറഞ്ഞു നീ എരുമേനെ ഇപ്പോൾ കാണാൻ പോകണ്ട, അതിൻ്റെ പാടത്തെ കിട്ടിയേക്കണ. അപ്പോൾ അവിടെ ആണെങ്കിൽ വെള്ളമുണ്ട്, ചെളിയുണ്ട്, നീ അതെല്ലാം ഉള്ളിലൊക്കെ വീട് കഴിഞ്ഞാലോ. ഞാൻ പറഞ്ഞു കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ നടക്കാൻ പോയി ഇപ്പം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ ദേ അപ്പാപ്പൻ്റെ എരുമ ദേ നിൽക്കണെന്ന് പറഞ്ഞു. അപ്പാപ്പനാണെങ്കിൽ ഇപ്പോൾ കുളത്തിലാണ് കുളിക്കാൻ പോകണത്. നമ്മളവിടെ കുളമുണ്ട്. അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്ന കാരണം നല്ല അടിപൊളി വെള്ളമുണ്ട്. ആദ്യത്തിനാണെങ്കിൽ നമ്മൾ നടക്കാൻ പോകുമ്പോൾ ഈ കുളിക്കുന്നത് കാണും. ആദ്യം പറയുന്നത് ചാടണം, അവന് കുളിക്കണമെന്ന്. അപ്പാപ്പന് അതിനുള്ള ധൈര്യമില്ല. വേറെ ഒന്നുമല്ല, അവിടെ നമ്മൾ ഭയങ്കര വെള്ളം പരിചയമില്ലാത്ത വെള്ളമോട് ഇനിയിപ്പോൾ നമ്മൾ ആ വെള്ളത്തിൽ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജലദോഷം പനിയൊന്നും പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പാപ്പന് അവിടെ കുളിപ്പിക്കണേനും. എന്നാലും ഇവനൊരു പേടിയുണ്ട്. ഇവനിങ്ങനെ ബിളുന്ന് നിൽക്കുള്ളൂ, തെറിച്ച് നിൽക്കുള്ളൂ, അടങ്ങി ഒതുങ്ങി നിൽക്കില്ല. അപ്പം കുളിക്കാറൊന്നുമില്ല. ഞങ്ങൾ അപ്പാപ്പൻ്റെ കുളിയൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ അപ്പാപ്പനും മക്കളും എല്ലാവരും കൂടി ഇങ്ങനെ നടന്നു വരും, ഭർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് പോരും. അങ്ങനെ ഡെയിലി നമ്മൾ നടക്കാൻ പോയി കഴിഞ്ഞാൽ നടക്കുന്നത്. അപ്പോൾ എരുമ ഇപ്പം വന്നിട്ടുണ്ട്. പുല്ലൊന്നും അറിയാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ വലിയ ആവശ്യത്തിന് പുല്ലുണ്ട്. പിന്നെ വെള്ളം അങ്ങനെ എടുക്കാൻ വെള്ളത്തിൻ്റെ കഞ്ഞാളാണെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ട്. അങ്ങനെ അതൊക്കെ കൊടുക്കാം. പഴത്തൊലി ഇതൊന്നും തിന്നണം. അത് എന്ത് സൈസ് എരുമെന്ന് എനിക്കറിയില്ല. സാധാ പഴത്തൊലിയും ഇതൊക്കെ തിന്നാറുണ്ട്. ഇത് തിന്നണില്ല എന്ന് പറയണ്ടേ അപ്പച്ചനൊരു പുതിയൊരു പണി കൂടി കിട്ടി. ഇത്രയും ദിവസം ഒരു പണി ഇല്ലാണ്ടിരിക്കുമ്പോൾ നമുക്ക് ആകെപ്പാട് മടിപ്പാണ്. അപ്പം ഇതൊരു പണിയാവട്ടെ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.